ധ്യാനത്തിലൂടെ നമുക്ക് കിട്ടുന്ന ജ്ഞാനം എന്തുമാത്രം ശരിയാണ്, സത്യമാണ്, എങ്ങനെ തിരിച്ചറിയാം? അതിനൊരു വഴിയുണ്ട്. ധ്യാനം പരിശീലിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന അറിവുകൾ പെട്ടെന്ന് മറന്നു പോകാൻ സാധ്യതയുണ്ട്. വരിക, നമ്മൾ അറിവിനെ തിരിച്ചറിയുക, അത് മറന്നു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരു ബുക്ക് എടുത്ത് വെക്കുക, ധ്യാനം പരിശീലിച്ച് കഴിയുമ്പോൾ ആ ബുക്കിലുള്ള കാര്യങ്ങൾ എഴുതി വെക്കുക. ചിലപ്പോൾ ധ്യാനത്തെ ബ്രേക്ക് ചെയ്തിട്ട് തന്നെ ഞാൻ എഴുതി വെക്കാറുണ്ട്. ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോ ദിവസവും തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കിട്ടിയ അറിവുകൾ എന്തുമാത്രമുണ്ട്, എന്താണെന്നുള്ളതാണ്. ഇനിയും ഈ ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്ന അറിവുകൾ, ധ്യാനത്തിൽ നിന്ന് കിട്ടിയ അറിവുകൾ, ഇത് സത്യമാണെന്ന് എങ്ങനെയാണ് ഉറപ്പിക്കുന്നത്? വെറുതെ എഴുതി വെച്ചിട്ട് കുഞ്ഞുകളി പോലെ ചെയ്യേണ്ട കാര്യമാണോ? വെറുതെ കണ്ണുകൾ അടച്ചിരുന്ന് നമുക്ക് സമയം കളയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ബലപ്പെടുത്തണം. നമ്മുടെ അറിവ് ഈ വന്ന ധ്യാനത്തിലിരിക്കുമ്പോൾ നമുക്ക് കിട്ടിയ അറിവ് ശരിയാണെന്ന് നമ്മൾ ഉറപ്പിക്കണം. അതിനെന്ത് ചെയ്യണം? അതിന് വഴിയുണ്ട്. നമ്മളെന്തായാലും ബുക്കിൽ എഴുതി വെച്ചല്ലോ. നമ്മുടെ ജീവിതം മുന്നോട്ട് പോകട്ടെ. പോകുന്ന സമയത്ത് നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന വാചകങ്ങൾ തീർച്ചയായിട്ടും 100% നമുക്ക് ലിവിങ് യോഗീസ്, ജീവിച്ചിരിക്കുന്ന യോഗികളിൽ നിന്ന്, അവരുടെ പുസ്തകങ്ങളിൽ നിന്ന്, അവരുടെ റെഫറൻസിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന നിങ്ങളുടെ ഗുരുവിൽ നിന്ന് തന്നെ നമുക്ക് ഈ അറിവുകൾ അറിയാൻ കഴിയും. സത്യമാണ് ഞാനീ പറയുന്നത്. എൻ്റെ അനുഭവമാണ്. ഉദാഹരണത്തിന്, ഇത് കുറേ കാലം മുമ്പ് ധ്യാനം പരിശീലിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു അറിവ് വന്ന് ഞാൻ എഴുതി വെച്ചു. കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേന് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പുസ്തകം കിട്ടുന്നു കയ്യിൽ. ആ പുസ്തകത്തിൽ ഈ വാചകം എഴുതി വെച്ചിരിക്കുന്നു. ഏകദേശം ഒരുപോലെ തന്നെയായിരിക്കും. ഇതിൻ്റെ ഭാഷ പോലും അതുപോലെ തന്നെയായിരിക്കും. എൻ്റെ അനുഭവമാണ് ഞാനീ പറയുന്നത്. ഞാൻ ഞെട്ടിപ്പോയി, അത്ഭുതപ്പെട്ടു പോയി. എങ്ങനെയാണിത് സംഭവിക്കുന്നത്? അപ്പോൾ ഞാൻ വിചാരിക്കുന്നത്, അദ്ദേഹം ചിന്തിച്ച അതേ തലത്തിലൂടെ നമ്മൾ യാത്ര ചെയ്തെന്നാണ്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്നറിയോ? അദ്ദേഹം വലിയ ആൾ, നമ്മൾ ചെറിയ ആൾ എന്നുള്ള ഇങ്ങനെ നമ്മൾ താരതമ്യം ചെയ്യും. ഇതൊക്കെയാണ് ആദ്യം സംഭവിക്കുക. ഓർക്കണം, പ്രകൃതിക്ക് മുമ്പിൽ എല്ലാവരും ഒരുപോലെയാണ്. വ്യത്യാസമേ ഇല്ല. നമ്മൾ മലിനമായ അറിവുകൾ അറിഞ്ഞു വെച്ചതുകൊണ്ട് സംഭവിച്ചിരിക്കുന്ന താരതമ്യ പഠനമാണ് നമ്മളെല്ലാത്തിലും കൊണ്ടുവന്ന് ഉപയോഗിക്കുക. അപ്പോൾ അതുകൊണ്ട് ധ്യാനം പരിശീലിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന അറിവുകളെ നമ്മൾ എഴുതി വെച്ച് അതിൻ്റെ ബലം നമ്മൾ തിരിച്ചറിയണം. അതിൻ്റെ സത്യമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇങ്ങനെ തിരിച്ചറിയുന്ന ഒരാൾക്ക് മാത്രമേ ധ്യാനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാതുള്ള ആൾക്കാർക്ക് അത് ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. കാരണം ഒന്നും ലഭിക്കുന്നില്ല, വെറുതെ കണ്ണുകൾ അടച്ചിരിക്കുകയല്ലേ. അങ്ങനെയല്ല. ധ്യാനത്തിൽ ജ്ഞാനം ലഭിക്കും. അത് അറിയണം. അതറിയുവാനാണ് നമ്മൾ ജനിച്ചത്.